നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ലച്ചുവിന്റെ ജീവൻ എടുക്കാൻ നടന്നത് നിങ്ങളല്ലേ? ഞാൻ മംഗലശ്ശേരിക്കാരുടെ ചോര മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഒരിക്കൽ പോലും ഇവളുടെ ജീവന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാനതിന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഇന്നിവൾ ഭൂമുഖത്ത് കാണില്ലായിരുന്നു. ഇവൾക്കേ കോളേജിൽ പോകാനുള്ളതാ. നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറയണം. നിന്നോട് ആ വീട്ടിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഞാൻ പറയാനുള്ള കാരണം പറയാം. നിന്നെ കൊന്നുകളയാൻ വേണ്ടിയാ കവിത ജാക്കി എന്ന ഗുണ്ടയെ ടെറസിലേക്ക് കയറ്റിവിട്ടത്. കവിതയുടെ ലക്ഷ്യം നിന്നെ കൊണ്ട് സഞ്ജുവിനെ കൊടുക്കുകയായിരുന്നു. നിങ്ങൾ പറയുന്നത് ഞങ്ങളെങ്ങനെ വിശ്വസിക്കും? സത്യം കാണാതെ പോകുന്നത് എന്റെ കുറ്റമല്ല ഗോവിന്ദ്. നീ ടെറസിലേക്ക് തുണിയെടുക്കാൻ പോകുമെന്ന് മനസ്സിലാക്കിയ കവിത ജാക്കിയെ വിളിച്ചു വരുത്തി. വീട്ടിൽ അധികാരം ഉണ്ടായിരുന്നില്ല. പക്ഷേ കവിതയുടെ ലക്ഷ്യം പിഴച്ചു. ജാക്കിയും കവിതയും ടെറസിലെത്തുമ്പോൾ വസുമതി അമ്മയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കവിതയുടെ കൺമുന്നിൽ വെച്ച നീയാണെന്ന് കരുതി ജാക്കി തുണി കൊണ്ട് മുഖം മറച്ച് വസുമതി അമ്മയെ എടുത്ത് താഴേക്കിട്ടത്. പത്തു മാസം വയറ്റിൽ ചുമന്ന് നൊന്തു പെറ്റ അമ്മയ്ക്ക് ഒരു മകൾ നൽകിയ പാരിതോഷികം. നിങ്ങൾ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിന്റെ മുഖം പറയുന്നു സത്യം അതാണെന്ന്. നിങ്ങളുടെ വലം കൈയായിരുന്നല്ലോ കവിത. പിന്നെ ഇപ്പൊ എന്താ ചുവടുമാറ്റം? കവിത എന്തിനാ എന്റെ ഏട്ടനുമായുള്ള വിവാഹത്തിന് ധൃതി വെച്ചതെന്ന് ഞാൻ പറഞ്ഞു തരണോ? എന്റെ ഏട്ടന്റെ ജീവനാ ഇപ്പൊ അവൾ ഉന്നം വെക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് അവരുടെ വിവാഹം നടന്ന വിവരം മംഗലശ്ശേരിക്കാർ അറിയുന്നതിന് മുൻപേ ലച്ചു അറിഞ്ഞിട്ടുണ്ട്. കവിതയെ എനിക്ക് തളച്ചേ പറ്റൂ, അല്ലെങ്കിൽ എനിക്കെന്റെ സഹോദരനെ നഷ്ടപ്പെടും. അവൾ ഒരു രക്തരക്ഷസായി മാറിക്കഴിഞ്ഞു. ആരുടെ ചോരയും അവൾ ഊറ്റിക്കുടിക്കും. നഷ്ടപ്പെടാൻ പോകുന്നത് നിരപരാധികളുടെ ജീവന്. മംഗലശ്ശേരിക്കാരോടുള്ള എന്റെ പക ഒരിക്കലും കെട്ടടങ്ങാത്തതാ. ഒരവസരത്തിന് വേണ്ടി മുറിവേറ്റ പാമ്പിനെ പോലെ ഞാൻ കാത്തിരിക്കുന്നത്. പക്ഷേ കവിതയെ പൂട്ടാതെ എനിക്കിനി വിശ്രമമില്ല. എന്നെ വിശ്വാസമുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിന് കൂടെ നിൽക്കാം. പിന്നിൽ നിന്നും കുത്തിയ പാരമ്പര്യം രക്ഷയ്ക്കില്ല. അവര് പറയുന്നതൊക്കെ ലച്ചുവിന് സത്യമായി തോന്നുന്നുണ്ടോ? അത് സത്യമാണ്. അന്ന് കാറിൽ വന്നതും പോയതും ജാക്കി തന്നെയാ. അപ്പോ മുത്തശ്ശി കൊന്നത് മുത്തശ്ശിയുടെ മകൾ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.